നമസ്കാരം. ബാലഭാസ്കർ പോയിട്ട് 6 കൊല്ലങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. അച്ഛനൊക്കെ മാധ്യമങ്ങളുടെ മുന്നിൽ വന്നെങ്കിലും അമ്മയെക്കുറിച്ച് കൂടുതലാരും ഒന്നും സംസാരിച്ചിട്ടുള്ളതാകട്ടെ അത്ര സന്തോഷകരമായ കാര്യങ്ങളുമായിരുന്നില്ല. ആ അമ്മ ഇന്ന് നമ്മളോടൊപ്പമുണ്ട്. നമസ്കാരം. സംഭവം നടന്നതിന് ശേഷം അച്ഛനെക്കുറിച്ച് പറഞ്ഞു, അമ്മയെക്കുറിച്ച് പറഞ്ഞത് ഈ മാധ്യമങ്ങളിലൂടെ ഒക്കെ അറിഞ്ഞത് അത്ര സുഖകരമായിട്ടുള്ള കാര്യങ്ങളല്ല എന്നുള്ളതാണ്. ഞാനെന്നും വിചാരിക്കുന്ന ഒരു കാര്യം, ഒരുപാട് കലാകാരന്മാർ ലോകത്തുണ്ടായി. അവരുടെയൊക്കെ അമ്മമാർക്ക് കിട്ടിയതിനേക്കാളും വളരെയധികം അവാർഡുകൾ എനിക്ക് കിട്ടി എന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. ഞാൻ അമ്മയാണെന്നുള്ളതിനൊരു തെളിവ് വരെ ഉണ്ടാക്കി വെക്കണം എന്നുള്ള ഒരു സ്ഥിതിയായി. പിന്നെ ഇപ്പം അങ്ങനെ അതിനൊക്കെ സങ്കടപ്പെട്ടിരിക്കാനുള്ള ഒരു അവസരമല്ല, ആളില്ല. അതിനുശേഷം അതിൻ്റെ അന്വേഷണത്തിന് ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മകളും നഷ്ടപ്പെട്ടു. ഈ മകൾ നഷ്ടപ്പെടുന്നതിന് മുമ്പ് അവൾക്ക് വളരെ സീരിയസായി അസുഖങ്ങളുമൊക്കെ ഒരുപാട് വിഷമിച്ചു. അപ്പോൾ ഓരോ ദിവസം ചെല്ലും തോറും പുതിയ ദുഃഖങ്ങളിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് പഴയതൊക്കെ മറക്കേണ്ടിയിരിക്കുന്നു. പിന്നെ ഏറ്റവും മകൾ മരിക്കുന്നതിന് മുൻപ് അച്ഛൻ്റെ സ്ഥാനത്തും ഗുരുസ്ഥാനത്തും ഒക്കെ ആയിരുന്ന സഹോദരൻ നഷ്ടപ്പെട്ടു. അതൊരു വലിയ ഷോക്കായിരുന്നു. ആ ഷോക്കുകൾ മാത്രം അനുഭവിച്ച് ഓരോ ദിവസവും തള്ളി നീക്കുകയാണ്. അതുകൊണ്ട് ഈ തരത്തിൽ കിട്ടുന്ന അവഗണനയോ അല്ലെങ്കിൽ ചീത്തപ്പേരോ ഒന്നും അത്ര കാര്യമായിട്ട് എടുക്കുന്നില്ല ഇപ്പോൾ. പക്ഷെ എപ്പോഴും വിചാരിക്കാറുണ്ട്, റിയാലിറ്റി ഷോ ഒക്കെ നടക്കുമ്പോഴും കുട്ടികളുടെ പ്രോഗ്രാം അല്ലെങ്കിൽ ഓരോന്നുമൊക്കെ അമ്മമാർക്കുള്ള ഒരു പ്രാധാന്യം അതിൽ പറയുമ്പോഴൊക്കെ ഞാൻ വിചാരിക്കാറുണ്ട്, എനിക്ക് മാത്രം എന്താണ് ഇങ്ങനെയൊരു സ്ഥിതിയായി പോയതെന്ന്. കൂടെ ഉണ്ടായിരുന്ന മകളെക്കാളും എപ്പോഴും അവനെ പറ്റിയായിരുന്നു എനിക്ക് ചിന്ത. എല്ലാവരും കൂടെ നടന്ന് ഒരുപാട് ഉയർത്തിക്കൊണ്ടുവന്നു. അങ്ങനെയുള്ള ആ കലാകാരൻ്റെ മുഖത്ത് നോക്കുമ്പോൾ അവൻ ഉള്ളിൽ കൊണ്ടു നടക്കുന്ന വിഷമം എനിക്ക് മനസ്സിലാവുമായിരുന്നു. അതൊക്കെ ഓർത്ത് കൂടെയുള്ള മകളെക്കാളും കൂടുതൽ അവനെ പറ്റിയാണ് വിഷമിച്ചിരുന്നത്. പുറത്ത് എന്ത് സംഭവിക്കുന്നു, കൂടെയുള്ളവരൊക്കെ എന്ത് ചെയ്യുന്നു എന്നൊക്കെ ഒരു വിവരവും ഇല്ലായിരുന്നു. പക്ഷെ എന്തൊക്കെയോ ഉണ്ട് എന്ന് മാത്രം തോന്നുന്നുണ്ടായിരുന്നു. ഇപ്പോഴും ആൺമക്കൾക്ക് അമ്മമാരോടാണ് കൂടുതൽ അടുപ്പം, അമ്മമാർക്ക് ആൺമക്കളോടും. എനിക്ക് 2 മക്കളും 2 തരത്തിൽ കൂടുതൽ സ്നേഹം അർഹിക്കുന്നവരായിരുന്നു. ഒരാൾ എനിക്ക് ജീവനെ പോലെയുള്ള എൻ്റെ സംഗീതം കൈകാര്യം ചെയ്യുന്ന ആൾ. പിന്നെ എനിക്ക് വളരെ ചെറുപ്പത്തിൽ നഷ്ടപ്പെട്ടു പോയ അച്ഛൻ്റെ ഛായയും കുറച്ച് സംഗീതജ്ഞാനവും ഒക്കെ ആയിട്ട് ജനിച്ചവൻ എന്നുള്ള നിലയ്ക്കൊക്കെ അവനോട് വളരെയധികം സ്നേഹമുണ്ടായിരുന്നു. മകൾ മൂത്തതായതുകൊണ്ടും അവൾക്ക് കുറച്ച് ഒബിസിറ്റി പോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. വിദ്യാഭ്യാസം ഒന്നും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാതെ അവൾ വളരെ നിരാശയിലായിരുന്നു. 14 വയസ്സിൽ ഒരു സർജറി. അതിനുശേഷം അവൾക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഇങ്ങനെ ശല്യപ്പെടുത്തിക്കൊണ്ടിരുന്നു. അതുകൊണ്ട് വിദ്യാഭ്യാസം മുന്നോട്ട് പോയില്ല. വളരെ നല്ല ബുദ്ധിമതിയായിരുന്നു. IAS പോലുള്ള ഇതൊക്കെയായിരുന്നു അവളുടെ പ്രതീക്ഷ. അതൊന്നും സാധിക്കാത്തതുകൊണ്ട് അവൾ ഓരോ ദിവസം ചെല്ലും തോറും കൂടുതൽ ഡിപ്രസ്ഡായിട്ട് വന്നുകൊണ്ടിരുന്നു. ജോലി സ്ഥലത്തിനൊരു മാറ്റവും ഇല്ലാത്തതുകൊണ്ട് കുട്ടികളുടെ കാര്യത്തിലെല്ലാം നല്ലപോലെ ശ്രദ്ധിക്കാൻ പറ്റിയിരുന്നു. സാധാരണ സ്കൂൾ വിദ്യാഭ്യാസ കാര്യങ്ങളും കലാപരമായ കാര്യങ്ങളും എല്ലാം ഒരുപോലെ ശ്രദ്ധിച്ചു കൊണ്ടുപോയി. എല്ലാത്തിലും എനിക്കറിയാവുന്ന എല്ലാ വിഷയങ്ങളും അവർക്ക് പറഞ്ഞു കൊടുക്കണമെന്നും അവരെ നല്ല കുട്ടികളായിട്ട് വളർത്തണമെന്നും വലിയ ആഗ്രഹമായിരുന്നു. അതിനൊക്കെ അങ്ങേറ്റം ശ്രമിച്ചു. വേറൊരു പ്രൈവറ്റ് ട്യൂഷന് പോലും എങ്ങും വിട്ടിട്ടില്ല. എല്ലാ കാര്യങ്ങൾക്കും പുറകെ ഞാൻ തന്നെയാണ് നിന്നിരുന്നത്. സ്കൂളിലെല്ലാ കാര്യത്തിനും കൂടെ പോകുമായിരുന്നു. പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ മോളെങ്ങോട്ടും കൂടെ വരുന്നില്ല എന്നുള്ളൊരു സ്ഥിതിയായപ്പോൾ അച്ഛൻ മാത്രം കുറച്ച് ദൂര സ്ഥലങ്ങളിലൊക്കെ കോമ്പറ്റീഷൻ, ഇത് കഴിഞ്ഞിട്ട് ഈ ആൽബം പോലെയുള്ള വർക്കുകൾക്കുമൊക്കെ അച്ഛൻ
മാത്രം കൂടെ പോയി. അപ്പോഴൊക്കെ അവൻ തിരിച്ചു വന്ന് പറയായിരുന്നു, അമ്മയെ ഞാൻ മിസ് ചെയ്തു. അല്ലാതെ അമ്മയോട് സ്നേഹം തോന്നാതിരിക്കാനുള്ള ഒരു സംഭവവും ഉണ്ടായിട്ടില്ല. കുട്ടികളെ ഇട്ടിട്ട് ഒരു സ്ഥലത്തേക്ക് ഞാൻ പോയിട്ടില്ല. ആഘോഷങ്ങൾക്കോ കുടുംബാംഗങ്ങളെയൊക്കെ സന്ദർശിക്കുന്നതിനായിട്ടോ ഒന്നിനും ഞാൻ പോയിട്ടേ ഇല്ല, പോകാൻ പറ്റാറില്ല. 24 മണിക്കൂറും എന്തെങ്കിലും കാര്യങ്ങളൊക്കെ കാണും. വളരെ കുറച്ച് സമയമേ വിശ്രമിക്കാൻ എടുക്കാറുള്ളൂ. ഇങ്ങനെയൊക്കെയാണ്. പിന്നെ അച്ഛന് വളരെ തിരക്ക് പിടിച്ചൊരു ഓഫീസായിരുന്നു. എനിക്ക് വിദ്യാഭ്യാസ വകുപ്പായതുകൊണ്ട് കൂടുതൽ സമയം കിട്ടുമായിരുന്നു കുട്ടികളുടെ കാര്യം ശ്രദ്ധിക്കാൻ. ഈ ഓരോ ജോലി ചെയ്യുമ്പോഴും, അടുക്കള ജോലി ചെയ്യുമ്പോഴും ഞാൻ സംഗീതത്തിൽ തന്നെ. എനിക്കതില്ലാതെ ഒരു ജീവിതത്തിനെ പറ്റി ആലോചിക്കാനേ പറ്റുമായിരുന്നില്ല. മോൻ മരിക്കുന്നത് വരെ എപ്പോഴും അതിൽ തന്നെയായിരുന്നു. അവരും കേട്ട് പഠിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് കിട്ടുന്ന സമയമൊക്കെ എന്തെങ്കിലും പാടിക്കൊണ്ടൊക്കെ നടക്കും. ഒരു മിക്സി ഓൺ ചെയ്താലും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ജോലി ചെയ്യുമ്പോഴും ഒക്കെ ഞാൻ അറിയാവുന്നതൊക്കെ പാടിക്കൊണ്ടിരിക്കുമായിരുന്നു. ഞാൻ വർത്തമാനം പറഞ്ഞു തുടങ്ങിയപ്പോൾ തൊട്ട് എന്തെങ്കിലുമൊക്കെ പാടുമായിരുന്നു. എൻ്റെ അച്ഛനൊരു സംഗീതജ്ഞനായിരുന്നു, നല്ല സംഗീതജ്ഞനായിരുന്നു, നല്ല മനുഷ്യനായിരുന്നു. അദ്ദേഹത്തിന് പല ഉപകരണങ്ങളും കൈകാര്യം ചെയ്യാൻ വായ്പാട്ടിലും എല്ലാം സമർത്ഥനായിരുന്നു. അങ്ങനെ വീട്ടിൽ അങ്ങനെ ഒരു അന്തരീക്ഷമായിരുന്നതുകൊണ്ട് ജനിച്ചപ്പോൾ തന്നെ സംഗീതവും കൂടെ ഞങ്ങൾക്കെല്ലാം കിട്ടി. ഞങ്ങൾ 5 പേരായിരുന്നു. 5 പേരും പാടുന്നവരുമൊക്കെയാണ്. അങ്ങനെയുള്ളൊരു കുടുംബത്തിലായതുകൊണ്ട് അവനും ജനിച്ച നാൾ മുതൽ സംഗീതം കേൾക്കാനും വളർന്നു വരുംതോറും അത് പഠിക്കാനും ഒക്കെ ഉള്ളൊരു അവസരം ഉണ്ടായി. അതുകൊണ്ട് അവന് അച്ഛൻ്റെ ചായയും ഒക്കെ എല്ലാവർക്കും ഒന്ന് തോന്നിയതുകൊണ്ടാണ് അച്ഛൻ്റെ കൂടെ പേര് വരുന്ന ബാലഭാസ്കർ എന്ന് പേരിട്ടതും. അതുപോലൊരു അച്ഛൻ ഒരു ചീത്ത കൂട്ടുകെട്ടോ ഒരു മോശമായ സ്വഭാവമൊന്നും ഇല്ലാത്ത ഒരു നല്ല മനുഷ്യൻ, നല്ല കലാകാരനായിരുന്നു. അതേ വഴിക്ക് തന്നെയായിരിക്കും മോൻ പോകുന്നത് എന്ന് ഞങ്ങൾക്ക് തോന്നിയിരുന്നു. അല്ലാതെ അവന് വേറെ എന്തെങ്കിലും മോശമായ കാര്യങ്ങൾ ചെയ്യുമെന്ന് ഒരിക്കലും സംശയമേ ഉണ്ടായിട്ടില്ല. SSLC വരെയും കാണുന്ന തരത്തിൽ അവിടെ മോഡൽ സ്കൂളിലുണ്ടായിരുന്നു. അവിടെ വെച്ചൊക്കെ ഒരു ചീത്ത കൂട്ടുകെട്ടോ ഒന്നും ഉണ്ടായിട്ടില്ല. എന്തെങ്കിലും ഒരു വിഷമം അന്ന് തോന്നിയിട്ടില്ല. പിന്നെ +2 പ്രീ ഡിഗ്രി മാറിവാനിയസിൽ ചേർന്നു. അപ്പോഴൊക്കെ കുറച്ച് കൂട്ടുകാരെയൊക്കെ കിട്ടി. പിന്നെ ആൽബങ്ങൾ ചെയ്തു, എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ ചെയ്തു വന്നു. കുറച്ച് പേരെടുത്ത് വന്നപ്പോഴത്തേക്കും കുറേ കുട്ടികളുടെയൊക്കെ സ്വാധീനം, കുറേ കൂട്ടുകാരുടെ സ്വാധീനം എൻ്റെ ജീവിതത്തിലുണ്ടായി. പഠിത്തത്തിൽ കുറച്ച് ശ്രദ്ധയൊക്കെ കുറയാൻ തുടങ്ങി. ആദ്യമായിട്ട് 2nd ക്ലാസ്സായി. പിന്നെ കുട്ടികളുടെ സ്വാധീനം കൊണ്ട് കുറേ മാറ്റങ്ങളൊക്കെ വന്നു തുടങ്ങി. അതുകൊണ്ട് പേടിയായിരുന്നു. പിന്നെ BA കഴിഞ്ഞപ്പോഴാണ് ഈ പ്രണയം എന്നൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ വന്നത്. അത് ഞങ്ങൾക്ക് അപ്പോഴത്തെ നിലയ്ക്ക് ഒരു തരത്തിലും സമ്മതിക്കാൻ പറ്റുന്നതല്ലായിരുന്നു. ഒന്നാമത്തെ കാര്യം മൂത്തയാളാണ്. ബാലഭാസ്കറിൻ്റെ മൂത്തതാണ്, 2.5 വയസ്സ് മൂത്തതാണ്. അതിൻ്റെ വിദ്യാഭ്യാസ തടസ്സങ്ങളും ആരോഗ്യ പ്രശ്നങ്ങളും കൊണ്ട് ഞങ്ങൾ ഒരു വശം തളർന്നതുപോലെയാണ് അപ്പോഴേ ജീവിക്കുന്നത്. അവളെ രക്ഷപ്പെടുത്തി കൊണ്ടുവരാൻ ഞങ്ങൾക്ക് കഴിഞ്ഞില്ല. എന്നിട്ടും അവൻ്റെ കാര്യങ്ങൾക്കൊന്നും ഒരു തടസ്സവും വരാതെ ഞങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അടുത്ത് തന്നെയായിരിക്കും അമ്മാവനും അമ്മൂമ്മയൊക്കെ താമസിക്കുന്നത്. ഞങ്ങൾ താമസിക്കുന്നതിൻ്റെ ഏകദേശം അടുത്തൊക്കെ ആയിരിക്കും. ഇടയ്ക്കൊക്കെ ഞങ്ങൾ ഒന്നിച്ചാണ് താമസിക്കുന്നത് കുടുംബം. ചില സന്ദർഭങ്ങളിലൊക്കെ അഥവാ ക്വാർട്ടേഴ്സിലോ അങ്ങനെയൊക്കെ മാറി പോകേണ്ടി വന്നിട്ടുള്ളപ്പോഴും കൂടുതൽ ഇവിടെ കൊണ്ടാക്കാറുണ്ടായിരുന്നു. ചേച്ചിയുടെ ചികിത്സ സംബന്ധമായ പ്രശ്നങ്ങളൊക്കെ വരുമ്പോഴും അല്ലാതെയൊക്കെ. പിന്നെ ജോലിക്ക് പോകുന്ന ഉദ്യോഗസ്ഥയായ ഒരു അമ്മ എന്നുള്ള നിലയ്ക്ക് പല ഘട്ടങ്ങളിലും അമ്മൂമ്മയുടെ അടുത്ത് കൊണ്ടാക്കേണ്ടി വരാറുണ്ട്. അമ്മൂമ്മയും ചിറ്റമാരും, 2 ചിറ്റമാരുണ്ട്, 2 അമ്മാവന്മാരുണ്ട്. എല്ലാവരുടെയും ലാളനയായിട്ടൊക്കെയാണ് അവർ 2 പേരും വളർന്നത്. അങ്ങനെയൊക്കെ കൂട്ടത്തിലൊക്കെ താമസിച്ചു എന്നല്ലാതെ ഒരിക്കലും അമ്മൂമ്മ നോക്കിക്കോളൂ എന്ന് പറഞ്ഞിട്ട് കൊണ്ട് അങ്ങനെ ആക്കിയിട്ടില്ല. അല്ലാതെ അമ്മാവൻ വളർത്തിക്കോളൂ എന്ന് പറഞ്ഞ് അങ്ങനെ ആക്കിയിട്ടില്ല. പിന്നെ ഈ കൂട്ടുകുടുംബത്തിൻ്റെതായ ഒരു സൗകര്യം കൊണ്ട്
ഇതെല്ലാം കിട്ടി. അമ്മാവൻ്റെ ശിക്ഷണത്തിൽ സംഗീതം പഠിച്ചു. നല്ലൊരു ഗുരുവായതുകൊണ്ട് ചെറിയ പ്രായത്തിൽ തന്നെ ഈ വാദ്യത്തിൽ കുറച്ച് മുന്നേറി സമ്മാനങ്ങളൊക്കെ വാങ്ങിക്കാൻ തുടങ്ങി. സമ്മാനങ്ങൾ കിട്ടിത്തുടങ്ങിയപ്പം കൂടുതൽ താല്പര്യം കാണിച്ചു. ഏതാണ്ട് 3ാം സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോൾ തന്നെ വയലിനിൽ ആദ്യത്തെ സമ്മാനം വാങ്ങിച്ചു. പിന്നെ ഓരോ വർഷവും കൂടുതൽ സ്റ്റാൻഡേർഡായിട്ട് ഓരോന്ന് അവതരിപ്പിച്ചു തുടങ്ങി. 4, 5, 6 ഇങ്ങനെ 10ാം ക്ലാസ്സിലെത്തിയപ്പോഴത്തേക്കും യുവജനോത്സവത്തിൽ 1ാം സ്ഥാനം, അവൻ്റെ നേതൃത്വത്തിലുള്ള വൃന്ദവാദ്യം, സോളോ എല്ലാത്തിനും 1ാം സ്ഥാനമൊക്കെ കിട്ടി. പിന്നെ പ്ലസ് ടു പ്രീ ഡിഗ്രി ആണെന്ന് തോന്നുന്നു. ഇപ്പോൾ മാറി വാൻസിലൊക്കെ ആയിരുന്നപ്പോൾ ഓൾ ഇന്ത്യ കോമ്പറ്റീഷന് വരെ പോയിട്ടുണ്ട്. അവിടെയൊക്കെ കിട്ടി. അപ്പോഴൊക്കെ അച്ഛൻ ലീവ് എടുത്ത് കൂടെ കൊണ്ടുപോയിട്ടാണ്. അപ്പോൾ നമുക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടും സമയനഷ്ടമൊക്കെ അക്കാര്യത്തിൽ ഉണ്ടാവാറുണ്ട്. എന്നാലും അവന് പറ്റുന്ന രീതിയിൽ ഒരു നല്ല കലാകാരനാക്കി എടുക്കണം എന്ന് ഞങ്ങൾക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ അമ്മാവനൊന്ന് പറയായിരുന്നു, സംഗീതം കൊണ്ട് വലിയ ഇത് അമ്മാവൻ്റെ അനുഭവം വെച്ച് പറഞ്ഞതാണ്. ലോകം ചിലപ്പോൾ അംഗീകരിക്കണം എന്നില്ല, ഒരു ഡോക്ടറേറ്റോ അല്ലെങ്കിൽ ഒരു ഡോക്ടറോ എൻജിനീയറോ അല്ലെങ്കിൽ അതുപോലെയുള്ള പ്രൊഫഷണൽസിന് കിട്ടുന്ന സ്ഥാനം ചിലപ്പോൾ ഒരു കലാകാരന് കിട്ടണമെന്നില്ല. അതുകൊണ്ട് സെക്കൻഡ് ഗ്രൂപ്പ് എടുത്ത് പഠിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ടാണ് മാറി വാനിസിൽ ചേർന്നത്. പക്ഷേ ട്യൂഷൻ കേന്ദ്രങ്ങളിലൊക്കെ കൊണ്ട് അഡ്വാൻസ് ഫീസൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോൾ അവന് മനസ്സിലായി അത് അവന് പറ്റുന്നതല്ല. രാവിലെയുള്ള പ്രാക്ടീസും പിന്നെ ബയോളജി, കെമിസ്ട്രി, ഫിസിക്സ് അല്ലെങ്കിൽ അതുപോലെയുള്ള സബ്ജക്ട്സൊക്കെ പഠിക്കാനുള്ള ഓട്ടം എല്ലാം കൂടെ അവനെ കൊണ്ട് പറ്റുന്നതല്ലാന്ന് മനസ്സിലായിട്ട് അവൻ ഗ്രൂപ്പ് മാറി. ഞങ്ങളൊന്നും അഭിപ്രായം പറഞ്ഞില്ല. അവനെ കൊണ്ട് പറ്റുന്നതാണ്. സംഗീതത്തിൻ്റെ വഴിയിൽ പോകുന്നതിന് നമുക്ക് സന്തോഷമേ ഉള്ളായിരുന്നു. അല്ലാതെ ഒരു ഡോക്ടർ ആവണമെന്നോ എഞ്ചിനീയർ ആവണമെന്നോ അല്ലെങ്കിൽ അതിനേക്കാളും മികച്ച എന്തെങ്കിലും ആവണമെന്നോ ഒന്നും ഞങ്ങൾ വിചാരിച്ചിട്ടില്ല. സംഗീതം നല്ലത് തന്നെയാണ്, ഒരിക്കലും അത് പട്ടിണിക്കിടുകയില്ല എന്നൊരു വിശ്വാസം ഉണ്ടായിരുന്നു. വെച്ചാൽ അമ്മാവൻ ആ ഫീൽഡിലുള്ളത് കൊണ്ട് അവനതുകൊണ്ട് ജീവിക്കും. ഒരുപാട് മെച്ചപ്പെട്ട ജീവിതം അല്ലെങ്കിൽ പോലും വിഷമിക്കേണ്ടി വരില്ല എന്ന് ഞങ്ങൾക്കറിയായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ ഒന്നിലും കടുംപിടുത്തമൊന്നും പിടിച്ചില്ല. അവന് എന്ത് ഇഷ്ടമോ ആ വഴിക്ക് തന്നെ വിട്ടു. ആൽബങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോഴും അതിൻ്റെ പുറകെ അതിൻ്റെ ഡെമോ എടുക്കാനൊന്നും വല്ല പണച്ചിലവ് 25,000 രൂപ ഉടനെ വേണമെന്ന് പറഞ്ഞു. അതെങ്ങനെയെങ്കിലും എടുത്ത് അതിൻ്റെ സഹായമൊക്കെ ചെയ്തു. അച്ഛൻ കൂടെയൊക്കെ നടന്നിട്ടാണ് എല്ലാം സാധിച്ചത്. പിന്നെ കീബോർഡ് വാങ്ങിക്കണം എന്ന് പറഞ്ഞു. ഈ നേരത്തെയുള്ള കുറച്ച് സാമ്പത്തിക ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. അതുകൊണ്ട് പണം പെട്ടെന്ന് ഇങ്ങനെ ഓരോ ആവശ്യങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഓരോന്നിനും ലോൺ എടുത്ത് തന്നെ കാര്യങ്ങളൊക്കെ സാധിച്ചു കൊടുക്കുമായിരുന്നു. ഒന്നിനും നിരുത്സാഹപ്പെടുത്തിയിട്ടില്ല. സീരിയൽ അഭിനയിക്കണം എന്ന് പറഞ്ഞു കുട്ടികൾ സ്കൂളിലായിരിക്കുമ്പം അതിൻ്റെ പുറകെ പോയിട്ടുണ്ട്, സമ്മതിച്ചിട്ടുണ്ട്. കലാപരമായ എല്ലാത്തിനും പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. കുത്തിയിരുന്ന് ഈ സമയത്ത് പഠിക്കുക, ഇങ്ങനെ ചെയ്യുക എന്നൊക്കെ പറഞ്ഞ് വളരെ സ്ട്രിക്റ്റായിട്ട് അടിച്ചു പഠിപ്പിക്കുന്ന ഒരു രീതിയേ ഇല്ലായിരുന്നു. അടിച്ചാൽ നല്ല വഴക്ക് പറയാറ് പോലുമില്ല. എന്ന് പറഞ്ഞാൽ തോന്നിയ പോലെ വിട്ടുവെന്നല്ല, നല്ല വഴിക്ക് തന്നെയാണ് പോയിക്കൊണ്ടിരുന്നത്. ഒരുപാട് നിർബന്ധിച്ച് എന്തെങ്കിലും ചെയ്യുന്നതിലൊന്നും ഒരർത്ഥമില്ല എന്നുള്ളത് ഒരു ടീച്ചർ എന്നുള്ള നിലയ്ക്ക് എനിക്കറിയാം. കുട്ടികളുടെ വഴിക്ക് തന്നെയാണ് പോകാറുള്ളത്. ഞാൻ പഠിപ്പിക്കുന്ന മറ്റു കുട്ടികളോടും ഇതേ നിലപാട് തന്നെയായിരുന്നു. ആരെയും വഴക്ക് പറഞ്ഞോ ശാസിച്ചോ അടിച്ചോ വിഷമിപ്പിച്ചോ ഒന്നും ചെയ്തിട്ടില്ല. നല്ല രീതിക്ക് തന്നെയാണ് പോയിരുന്നത്. അതേ വഴിക്ക് തന്നെയാണ് കുട്ടികളോടും പോയിരുന്നത്. എനിക്കറിയാവുന്ന സംസ്കൃതവും സംഗീതവും എല്ലാം 2 പേർക്കും പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. സ്കൂളിലും കോളേജിലും ഒക്കെ അവരെ അത് പഠിക്കാൻ പ്രേരിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ 2 പേർക്കും സംസ്കൃതവും സംഗീതവും ഒക്കെ അടിസ്ഥാനമായിട്ടറിയാം. മോള് പിന്നെ അതിലോട്ട് മുന്നോട്ട് കൂടുതലൊന്നും വന്നില്ല. കൂടുതൽ അത് പറഞ്ഞാൽ ഡിപ്രസ്ഡായിപ്പോയി. അവൾ വിചാരിച്ച രീതിയിൽ പഠിക്കാനും വലിയ ആളാവണമെന്ന് ആഗ്രഹമായിരുന്നു. അതൊന്നും പറ്റാത്തതുകൊണ്ട് അവൾ പിന്നോട്ട് വലിഞ്ഞു. ലോകമായിട്ട് പിന്നെ ഒരു ബന്ധമില്ലാതായി. അത് ഞങ്ങളെ വല്ലാതെ മാനസികമായിട്ട് തളർത്തിയിരുന്ന കാലഘട്ടത്തിലാണ് ഈ വിവാഹ കാര്യമൊക്കെ എടുത്തിട്ടത്. ബാലു അപ്പം അത് നമുക്ക് ആ സമയത്തൊട്ടും ഉൾക്കൊള്ളാൻ പറ്റുന്നതല്ല. പക്ഷേ കുടുംബ സാഹചര്യം ഒരു വല്ലാത്ത രീതിയിലായിരുന്നു. മോള് ചിലപ്പോൾ ആഹാരം വരെ കഴിക്കാതിരിക്കും, കുറേ ദിവസങ്ങളോളം വേണേൽ കഴിക്കാതിരിക്കും. അങ്ങനെയൊക്കെ അവളെപ്പറ്റി ഞങ്ങൾ വളരെയധികം വിഷമത്തിലായിരുന്നു. പിന്നെ
അവൻ്റെ ഭാവി നഷ്ടപ്പെടാതിരിക്കാൻ അപ്പോൾ വളരെ ശ്രദ്ധിച്ച് കുറേ കാര്യങ്ങളൊക്കെ ചെയ്തു പോയി. ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്ന ഉടനെ പെൺകുട്ടികളാണെങ്കിൽ ഉടനെ തീരുമാനിക്കുന്നത് വിവാഹമാണ്. എൻ്റെ വീട്ടിൽ സമ്മതമാണ്, ഏത് മതമായാലും സാരമില്ല, പെട്ടെന്ന് കല്യാണം കഴിയുക. ഈ കല്യാണക്കാര്യമാണ് പിന്നെ എല്ലാവർക്കും ചർച്ച. അപ്പം അവൻ്റെ അധ്യാപകർ വരെ വിചാരിക്കുന്നത് അവനെന്തോ ഒരു ഭാവിയുണ്ട് സംഗീതത്തിൽ. അത് പെട്ടെന്നങ്ങ് പഠിച്ച് തീർത്തിട്ട് നിർത്താവുന്ന ഒന്നും അല്ലല്ലോ സംഗീതം എന്ന് പറഞ്ഞാൽ. യേശുദാസുമൊക്കെ പറയാറുള്ളത് പോലെ കടലിൻ്റെ ഒരു തുള്ളി വെള്ളം കുടിക്കാൻ പറ്റി, അല്ലെ കുറച്ചെന്തോ കിട്ടിയെന്നല്ലാതെ അത് ഒരുപാടുണ്ട്. അത് അമ്മാവൻ്റെയിൽ നിന്ന് വളരെയധികം, അമ്മാവൻ സംഗീത കോളേജിൽ പഠിച്ച് ഒരുപാട് നേരം പ്രാക്ടീസ് ചെയ്ത് അച്ഛൻ്റെ നിന്ന് കിട്ടിയത് കൂടാതെ സ്വന്തമായിട്ട് നേടിയെടുത്ത ഒരു നല്ല ഒരു കലാകാരനാണ്. അദ്ദേഹത്തിൽ നിന്ന് കിട്ടാവുന്നതെല്ലാം മാക്സിമം നേടിയെടുക്കേണ്ടതുണ്ട്. അതിന് ഒരുപാട് നേരത്തെ പ്രാക്ടീസ് ആവശ്യമുണ്ട്. ഒരു വയലിനിസ്റ്റ് എന്ന് പറഞ്ഞാൽ അമ്മാവൻ പോലും റിട്ടയർ ചെയ്തതിന് ശേഷവും നേരം വെളുത്താൽ ആദ്യം വയലിനെടുത്തിട്ട് ആദ്യ പാഠങ്ങളാണ് പ്രാക്ടീസ് ചെയ്യുന്നത്. അതൊരിക്കലും നിർത്തി വയ്ക്കാവുന്നതല്ല. ബാക്കി വിഷയങ്ങൾ പഠിക്കുന്നത് പോലല്ല. അത് പുസ്തകങ്ങൾ തലേ ദിവസം ചിലപ്പം പഠിച്ചാൽ പോലും ഒരു പരീക്ഷ എഴുതി ജയിക്കാൻ റാങ്ക് വാങ്ങിക്കായിരിക്കും. സംഗീതം അങ്ങനെയല്ല, അതിന് വേണ്ടി ഒരു തപസ് പോലെ ചെയ്യേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ ആൽബങ്ങളുമൊക്കെ ചെയ്ത ഒരു വലിയ പ്രതീക്ഷയായിരുന്നു എല്ലാവർക്കും. ഈസ്റ്റ് പോസ്റ്റ് വിജയൻ്റെ നിനക്കായി ആദ്യമായി എന്നൊക്കെ പറഞ്ഞ് ആൽബങ്ങൾ, പിന്നെ കിലുക്കൻ 97 എന്തൊക്കെയോ ചെയ്തു. പിന്നെ സ്റ്റേജ് പ്രോഗ്രാമൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. യൂറോപ്യൻ പര്യടനമൊക്കെ നടത്തി. ഒരു വശത്ത് അതാ പറഞ്ഞ മോളെപ്പറ്റി, ഒരു വശത്ത് സഹിക്കാൻ പറ്റാത്ത വിഷമങ്ങളുള്ളപ്പോഴും അവനിതൊക്കെ ഇങ്ങനെ ചെയ്തു വരുന്നത് നമുക്കൊരു പ്രതീക്ഷ തന്നുകൊണ്ടിരുന്നു, ജീവിക്കാൻ ഒരു പ്രകാശം ഇങ്ങനെ തന്നുകൊണ്ടിരുന്നു. അപ്പോൾ വിവാഹം എന്നൊക്കെ പറയുമ്പോൾ അതെല്ലാം ഇല്ലാതാവുകയാണല്ലോ. പിന്നെ എങ്ങനെയാവുമെന്ന് കണ്ടറിയണം, അത്രയല്ലോ. അങ്ങനെ ഒരു റിസ്ക് എടുക്കാൻ പറ്റുന്നതായിരുന്നില്ല ആ സമയം. അതുകൊണ്ട് സമ്മതിച്ചില്ല. പിന്നെ അവർ തന്നെ അങ്ങ് തീരുമാനിച്ച് കൂട്ടുകാരുടെ സഹായത്തോടെ, കൂട്ടുകാർക്കൊരു വലിയ റോളുണ്ട് അവൻ്റെ ജീവിതത്തിൽ. പഠിത്തമൊക്കെ എങ്ങനെ ഉഴപ്പുകയാണ്. പിന്നെ ഞാൻ BA പരീക്ഷയുടെ തലേദിവസമൊക്കെ പുറകെ നടന്ന് ഞാൻ തന്നെ ബുക്സൊക്കെ കളക്ട് ചെയ്ത്, എനിക്കങ്ങനെ എല്ലാം പോട്ടെ എന്ന് വയ്ക്കാൻ പറ്റില്ലല്ലോ. നമ്മളെപ്പോലെയെങ്കിലും ഒരു ജോലിയിലൊക്കെ കയറി അവരുടെ ഭാവി ഭദ്രമാക്കണം എന്നാണ് മക്കളെപ്പറ്റി വിചാരിച്ചത്. അച്ഛനും അമ്മയ്ക്കും സാമാന്യം ഭേദപ്പെട്ട ജോലിയൊക്കെ ഉണ്ട്, അതുകൊണ്ട് കഴിയുന്നു. ഇപ്പോൾ എല്ലാ രക്ഷകർത്താക്കളും അതിനേക്കാളും മെച്ചപ്പെട്ട ഒരു ജീവിതമായിരിക്കണം അവർക്ക് കിട്ടണം എന്നാണല്ലോ ആഗ്രഹിക്കുന്നത്. അല്ലാതെ എവിടെയെങ്കിലും കുറേ സ്വത്തുണ്ടാക്കി വെച്ചിട്ട് അതിൻ്റെ അവകാശികളാക്കി വെക്കണം എന്നൊന്നും വിചാരിച്ചില്ല. ഞങ്ങളുടെ രക്ഷകർത്താക്കൾ നോക്കിയതുപോലെ എല്ലാ കാര്യങ്ങളിലും അവർ ശ്രദ്ധിക്കുമായിരുന്നു. പഠിക്കാൻ വിടുന്നത്, കലാപരമായിട്ട് പാട്ട്, ഡാൻസ്, അല്ലെങ്കിൽ എന്തൊക്കെ ശ്രദ്ധിക്കണോ അതൊക്കെ അവർ ശ്രദ്ധിച്ചിട്ടുണ്ട്. 5 മക്കളായിട്ടും ഞങ്ങളെ എല്ലാത്തിനും അവർ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. നല്ല വിദ്യാഭ്യാസം തരാൻ അവർ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ അതുപോലെയൊക്കെ നമുക്കും ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ഞങ്ങളെക്കാളും ഉയർന്നില്ലെങ്കിലും ഞങ്ങളെ പോലെയെങ്കിലും ഓരോ ജോലിയിലൊക്കെ കയറി നല്ല കുട്ടികളായിട്ട് ജീവിക്കണം എന്ന് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം അതിനൊക്കെ ഒരു തടസ്സമായിട്ടാണ് ഈ വിവാഹം ഞങ്ങൾ കണ്ടത്. അപ്പോൾ അച്ഛൻ ആദ്യമേ പറഞ്ഞു, ഒരുപാട് നേരം സംസാരിച്ചു ഈ ഭാവിയെപ്പറ്റിയും, പിന്നെ വീട്ടുകാരൊക്കെ അകന്നാലുണ്ടാകാൻ പോകുന്ന അവസ്ഥയും, പിന്നെ വീട്ടിൽ നമുക്ക് മോളെപ്പറ്റി എല്ലാം ഉത്കണ്ഠയാണ്. അങ്ങനെയുള്ളൊരു വീട്ടിലേക്ക് വളരെ ഡിപ്രസ്ഡായിട്ട് വിഷമത്തിലിരിക്കുന്ന ഒരു ചേച്ചിയുടെ അടുത്തോട്ട് ഒരു സഹോദരൻ വിവാഹം കഴിച്ചുകൊണ്ട് വരുന്നത് എത്രത്തോളം ശരിയായിരിക്കും അത് ഊഹിക്കാവുന്നതേ ഉള്ളല്ലോ. അങ്ങനെയൊക്കെ നമുക്കത് സമ്മതിക്കാൻ പറ്റിയില്ല. അപ്പോൾ MA കഴിയട്ടെ, MA സെക്കൻഡ് ഇയറാണ് ഈ കല്യാണം എന്ന് പറയുന്ന സമയത്ത്. അപ്പോൾ MA കഴിയട്ടെ, ഇനി അഥവാ വീട്ടുകാർ നിർബന്ധിക്കുകയാണെങ്കിൽ ഒരു ഹോസ്റ്റലിലോ എവിടെയെങ്കിലും താമസിച്ച് ഒരു പരാതി വേണം എഴുതി കൊടുക്കുക, എന്നെ കല്യാണത്തിന് നിർബന്ധിക്കുന്നു എന്നൊക്കെ അവൾ അഡ്വൈസ് വരെ അവൾക്ക് അച്ഛൻ കൊടുത്തു, ലക്ഷ്മിക്ക്. അല്ല വീട്ടിലല്ലെങ്കിൽ എന്നെ ഇപ്പം മറ്റേ കല്യാണത്തിന് നിർബന്ധിക്കുക നിശ്ചയിച്ചു. അങ്ങനെ പറയുമ്പോൾ പിന്നെ എങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ. ഇതേ പറ്റുള്ളൂ എന്ന് വാശിയാണെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യണം എന്ന് അച്ഛൻ പറഞ്ഞു. അതൊന്നും കേട്ടില്ല. പിന്നെ എൻ്റെ ഒരു സഹപാഠി എൻ്റെ സ്കൂളിൽ പഠിച്ചിട്ടുള്ള അദ്ദേഹം ഈ കോളേജിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അദ്ദേഹം എന്നോടത്ത് നേരത്തെ പറഞ്ഞു, മോനിങ്ങനെ ഒരു ബന്ധത്തിലാണ് ഇവിടെ, അത് ഞങ്ങൾക്കാർക്കും അത്ര ഇഷ്ടപ്പെടുന്നതല്ല, പറഞ്ഞ് അവനെ അഡ്വൈസ് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ പിന്മാറണമെന്ന്. അവനത് കേട്ടിട്ടുണ്ട്, എന്നാലും ഞാനൊന്ന് സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ, അവന് പറ്റിയൊരു ബന്ധമല്ല എന്നൊക്കെ നേരത്തെ ഒരറിവ് തന്നു. പിന്നെ അച്ഛന് ഓഫീസിലെ
വർക്ക് ചെയ്യുന്ന ഒരാൾ വഴിക്ക് കുറച്ച് സൂചനയൊക്കെ കിട്ടിയിട്ടുണ്ട്. അവന് പറ്റുന്നതല്ല എന്ന് പലയിടത്തുനിന്നും ഒരു മുന്നറിയിപ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പലതരത്തിലും നമ്മൾ പേടിക്കേണ്ട ഒരു ബന്ധം എന്നുള്ള നിലയ്ക്ക് എനിക്കാണെങ്കിൽ 2 വർഷം കഴിഞ്ഞിട്ട് നടത്തി തരാമെന്ന് പോലും പറയാൻ തോന്നത്തില്ല. അച്ഛൻ പിന്നെ അങ്ങനെയെങ്കിലും പറഞ്ഞു. ഞാൻ അമ്മയാണ്, എല്ലാ പ്രതീക്ഷയും അവനിലാണ് ഞങ്ങൾ കൊണ്ടുപോകുന്നത്. ഞാൻ പറയുന്നത് സംഗീതമില്ലാത്ത ഒരു ദിവസത്തെപ്പറ്റി പോലും എനിക്ക് ഓർക്കാൻ പറ്റുമായിരുന്നില്ല. അങ്ങനെയുള്ള ഒരാളിനെ സംഗീതം കൈകാര്യം ചെയ്യുന്ന, സംഗീതത്തിൽ എന്തോ ആയി വരുന്ന ഒരാളിനെ തന്നെ നഷ്ടപ്പെടുക എന്നുള്ളത് ചിന്തിക്കാൻ പോലും പറ്റത്തില്ലല്ലോ. അങ്ങനെ അതുമല്ല, അതൊരു രഹസ്യ കല്യാണം. ഇങ്ങനെ ഞങ്ങളെപ്പോലെയുള്ള 2 പേരും ജോലി ചെയ്യുന്ന, വളരെ സഹകരണത്തിൽ പോകുന്ന ഒരു അച്ഛനും അമ്മയും അമ്മാവന്മാരും ചിറ്റന്മാരും ഒക്കെ ഉള്ള ഒരാൾ ഒരു ഒളിച്ചു കല്യാണം, ഒരു ഓട്ടം, അതൊക്കെ നടത്തുക എന്ന് പറയുന്നതും വളരെ ദയനീയമായ ഒരു അവസ്ഥയായിരുന്നു. അത് തിരുവല്ലത്ത് അമ്പലത്തിൽ കൊണ്ടുപോയി ഞങ്ങളാരും അറിയാതെ 1 മാസം മുമ്പേ നടത്തി. കൂട്ടുകാരെ ഗംഭീരം ആഘോഷിച്ചു. അതിനുശേഷം റെഡ് ക്രോസിൻ്റെ ആഭിമുഖ്യത്തിൽ ഒരു പ്രാവശ്യം കൂടി താലികെട്ട് ചടങ്ങ് എന്ന് പറഞ്ഞിട്ട് അത് നടത്തി. അതിനു മുമ്പ് എവിടെയോ ഒരു സ്ഥലത്ത് പോയി ഒളിച്ചിരുന്നു ഒരു ദിവസം. പിന്നെ ആളുകളിങ്ങനെ അവളുടെ വീട്ടിൽ നിന്ന് ആൾക്കാർ അന്വേഷിച്ചു വന്നു, എവിടെ മോനെവിടെ. ഇതൊക്കെ ആ സംഭവങ്ങളൊന്നും ഇപ്പോഴും ഓർക്കാൻ പോലും പറ്റുന്നില്ല. അച്ഛനേക്കാളും കൂടുതൽ അമ്മമാരോരോ അഭിമാനത്തോടെ ഇരിക്കുന്നതും അവരെ സദസ്സ് പുകഴ്ത്തുന്നതും അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉള്ള ഓരോ സംഭവങ്ങളൊക്കെ കാണുമ്പോൾ ഞാൻ അതിശയിക്കുകയായിരുന്നു. എനിക്ക് വന്നതെല്ലാം ഇങ്ങനത്തെ അനുഭവമായിരുന്നു. അവനെവിടെ, ബൈക്കുണ്ടായിരുന്നു, അവൻ എങ്ങോട്ട് പോയി, എവിടെ കാണും ഇപ്പം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരു വല്ലാത്ത ഭീഷണിയിൽ 2 പേര് ഓടി വന്നു. അത് കഴിഞ്ഞപ്പോൾ അച്ഛൻ വന്ന് കുറേ ബഹളമായിരുന്നു. അകത്തൊക്കെ കയറി നോക്കി എവിടെയോ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന പോലെ ലക്ഷ്മിയുടെ അച്ഛൻ. അപ്പം ഈ അച്ഛൻ സ്ഥലത്ത് എത്തിയിട്ടില്ല. അച്ഛൻ അപ്പം ഞാൻ മാത്രമേ ഉള്ളൂ വീട്ടിൽ. അപ്പോഴാണ് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ. അച്ഛൻ വിളിച്ചു പറഞ്ഞു, ചിലപ്പോൾ പോലീസ് വീട്ടിൽ വരും കേട്ടോ. അടുത്ത ഞെട്ടൽ, പോലീസ് എന്തിനാ വീട്ടിൽ വരുന്നത്? അപ്പോൾ പറഞ്ഞു മോനും ആ കുട്ടിയും കൂടെ പോയി, അതുകൊണ്ട് അവർ പോലീസിൽ അറിയിച്ചിട്ടുണ്ട്, ഇപ്പോൾ പോലീസ് വരും എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞെട്ടലുകൾ മാത്രമേ ഉള്ളൂ ഓരോ ദിവസവും. ഇങ്ങനെ കുറേ കഴിഞ്ഞപ്പോഴാണ് അച്ഛനും അച്ഛൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരാളും ഇവരുടെ പാർട്ടിയുടെ NFPTയോ എന്തോ ആണ് അതിൻ്റെ സെക്രട്ടറിയൊക്കെ കൂടെ അവരുടെ വീട്ടിലേക്ക് പോയി. നമുക്ക് ഒന്നിച്ച് അന്വേഷിക്കാം എവിടെയാണ് ആളെന്ന് പറഞ്ഞ്. എന്തായാലും സമാധാനമായിട്ട് നമുക്ക് അന്വേഷിക്കാം, ഞങ്ങളുടെ മോനും കൂടെ ആണല്ലോ, അന്വേഷിക്കാമെന്ന് പറയുമോ. ഇനിയിപ്പോൾ അന്വേഷിച്ചിട്ടെന്താ, ഇനിയിപ്പോൾ കിട്ടിയിട്ടെന്താ എന്നൊക്കെ പറഞ്ഞു. പിന്നെ അമ്മ പറഞ്ഞു നിങ്ങളൊക്കെ പോയിട്ട് വേണം എനിക്ക് ആത്മഹത്യ ചെയ്യണം, അമ്മ പറഞ്ഞു എന്ന് ലക്ഷ്മിയുടെ അമ്മ പറഞ്ഞു. അപ്പോൾ ഈ കൂടെ വന്ന പാർട്ടിയുടെ സെക്രട്ടറി പറഞ്ഞു നല്ല കയർ നോക്കി എടുക്കണം കേട്ടോ എന്നൊക്കെ ഒരു പരിഹാസമായിട്ട് പറയുകയും ചെയ്തു. ഇങ്ങനെയൊക്കെ തിരിച്ച് എന്തൊക്കെയോ നടന്നു. പിന്നെയാണ് ഏതോ കൂട്ടുകാരൻ്റെ വീട്ടിൽ ഒളിച്ചിരിക്കുകയായിരുന്നു. അടുത്ത ദിവസം പോസ്റ്റ് ഓഫീസിലേക്ക് റെഡ് ക്രോസിൻ്റെ സെക്രട്ടറിയോ എന്തോ ഒരു സ്ഥാനമാണെന്ന് അറിഞ്ഞുകൂടാ, നിർമ്മലാനന്ദൻ എന്ന് പറയണ അദ്ദേഹം വിളിച്ചു പറഞ്ഞു, സാർ ഇതുവരെ ഒന്ന് വരണം. വന്നു. അപ്പോൾ അദ്ദേഹം ചെന്നപ്പോഴത്തേക്ക് അവിടെ താലികെട്ടും ആഘോഷമൊക്കെ കഴിഞ്ഞിട്ട് 2 പേരും കൂടെ നിൽക്കുകയാണ്, മാലയൊക്കെ ഇട്ട് നിൽക്കുകയാണ്. അച്ഛനെ കണ്ടോണ്ട് മോന് ഓടി വന്നു, കരഞ്ഞുകൊണ്ട് ഓടി വന്നു. എന്താ വെച്ചാൽ ഇങ്ങനെയൊക്കെ ഒളിച്ചും പതുങ്ങിയൊക്കെ ചെയ്യുമ്പോൾ അവൻ്റെ മനസ്സവനും കൊച്ചല്ലേ, വീട്ടിലുള്ള അംഗങ്ങളെയൊക്കെ പറ്റിച്ചിട്ട് ഇതൊക്കെ ചെയ്യുമ്പോൾ അവൻ്റെ മനസ്സിനകത്ത് ഭയങ്കര വിഷമം കാണും. പറയുന്ന പലപ്പോഴും അമ്മയെ മിസ് ചെയ്തു എന്ന് പറയുന്ന മോനാണ്. ഒരു മത്സര സ്ഥലത്ത് പോകുമ്പോഴും എപ്പോഴും കൂടെ ഉണ്ടെങ്കിലേ അവനൊരു ധൈര്യമുള്ളൂ. സ്കൂളിലൊക്കെ ആണെങ്കിൽ ഈ വരികൾ മറന്നു പോകുന്ന സ്വഭാവമാണ്. അപ്പോൾ ലളിതഗാനം, മാപ്പിളപ്പാട്ട്, കഥകളി സംഗീതം, ശാസ്ത്രീയ സംഗീതം, വയലിൻ, പിന്നെ എന്തൊക്കെ അവനെ കൊണ്ട് പറ്റും ഇതെല്ലാം ചേർന്ന് കഴിഞ്ഞിട്ട് വരികളൊക്കെ മറന്നു പോകും. അപ്പോൾ കയ്യിൽ ഡയറി, വയലിൻ ബോക്സ്, പിന്നെ കഥകളി പദത്തിന് വേണ്ട ചേങ്ങല, നേരിയത്, പിന്നെ കഴിക്കാനുള്ള ആഹാരം, ഇതെല്ലാം പറഞ്ഞ് കുറേ നടക്കുന്ന അമ്മയാണ്. അപ്പോൾ ഭയങ്കര കോൺഫിഡൻസാണ് ഇങ്ങനെ കൂടെ അമ്മ നടക്കുമ്പോൾ. അത് കഴിഞ്ഞ് അമ്മ ചെല്ലാതെ ദൂരെയൊക്കെ പോകുന്ന സ്ഥലത്തൊക്കെ ഓടി ഒന്ന് പറയണം അമ്മയെ ഞാൻ മിസ് ചെയ്തു എന്നാണ്. അമ്മ കൂടെ ഇല്ലാത്തതിൻ്റെ വിഷമം അവൻ എപ്പോഴും ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ ഉള്ള ഒരാൾ അമ്മയും പിന്നെ ചേച്ചി ഇവർക്കത്തൊക്കെ ഉള്ള ഒരു സഹോദരിയൊന്നുമല്ല. അപ്പോൾ ചേച്ചി, അമ്മ, അച്ഛനെ പിന്നെ ഇങ്ങനെയൊക്കെ ഇടയ്ക്കിടയ്ക്ക് കാണുന്നുണ്ട്. പിന്നെ അമ്മാവന്മാർ അവരെയൊക്കെ വെറുപ്പിച്ചുകൊണ്ട്
അമ്മയും അച്ഛനെയും പേടിയില്ല, പക്ഷെ അമ്മാവനെയൊക്കെ പേടി കൂടെയുണ്ട്, ഗുരുവിനെ. അങ്ങനെയൊക്കെ ഉള്ള അമ്മാവൻ, ചെറിയമ്മാവൻ, ചിറ്റമാർ, ചിറ്റപ്പന്മാർ എല്ലാവരെയും ഉപേക്ഷിച്ചിട്ട് തോന്നിയ പോലെ ഒരു കല്യാണത്തിന് ബാലുവിൻ്റെ ജീവിതം എന്ന് പറഞ്ഞാൽ ഒരു പരാജയമെന്ന് എനിക്ക് പറയാൻ പറ്റും. അതും ആക്സിഡൻറ്റ് 3:45 മണിക്ക് നടന്നിട്ട് 5:45 മണിക്കാണ് ഞങ്ങളെ വിളിച്ചു പറയുന്നത്. പിന്നെ ആർക്കും അംഗീകരിക്കാൻ പറ്റാത്ത ഒരു ബന്ധം എന്നുള്ള നിലയ്ക്ക് നമുക്ക് പറ്റത്തില്ല വീട്ടിലോട്ടെന്ന് പറഞ്ഞു. അപ്പം ഇവനെ വേറെ ആരോ കൊല്ലും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാവരെയും കാണാറുണ്ടായിരുന്നു, അവരുടെയൊക്കെ മക്കളുമായിട്ട് ബന്ധമുണ്ടായിരുന്നു. ഞാനുമായിട്ട് ഒരു ബന്ധം ഉണ്ടായിരുന്നില്ല, അത്ര മാത്രമേ ഉള്ളൂ. ഇപ്പോൾ വിഷ്ണു സോമസുന്ദരത്തിന് കുറച്ച് കള്ളത്തരമുണ്ട്, ഞങ്ങളത് നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു. എന്തൊക്കെയാണ് അറിഞ്ഞത്, ആരാണ് കള്ളൻ ആരാണ് സത്യവാൻ എന്നൊന്നും നമുക്കറിയില്ല. അവൻ്റെ കൂടെ കൂടിയവരാരും അവനോട് സ്നേഹമുള്ളവരായിരുന്നില്ല. അവനോടോ അവൻ കൊണ്ടു നടക്കുന്ന കലയോടോ സ്നേഹമുള്ളവരോ ആത്മാർത്ഥതയുള്ളവരോ ആയിരുന്നില്ല. അവസാനമായിട്ട് അല്ലെങ്കിൽ കുറേ വർഷങ്ങൾക്ക് ശേഷം അവർ രണ്ടുപേരും കൂടെ ഒന്നിച്ച് കാണാനൊരു അവസരം ഉണ്ടായി. അങ്ങനെയുള്ള മോനെ മനഃപൂർവ്വം മാറ്റി എല്ലാവരും കൂടി കൊണ്ടുപോയതാണ്, അവരുടെ കാര്യങ്ങൾ സാധിക്കാൻ വേണ്ടിയാണ്.